ബഹുമാനികളെ, നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി ബിരുദം വാങ്ങിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവറുകളുടെ അഭിമാനകരമായ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള ധാർമ്മികളായ പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷകരമായ ഒരു വിവരമാണ് നിങ്ങൾ ഇന്നറിയാൻ സാധിച്ചത്. അതായത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഷെയ്ഖുനായുടെ സേവനത്തിൻ്റെ അവസാന കാലഘട്ടം, അതായത് 94-95കളിൽ ഷെയ്ഖുന നന്ദി ദാറുസ്സലാം അറബിക് കോളേജിൽ പ്രിൻസിപ്പാളായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഷെയ്ഖുനായുടെ അവസാന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 94-95കളിൽ നന്ദിയിൽ നിന്നും പഠിച്ച് പഠനം പൂർത്തിയാക്കി ഷെയ്ഖുനായിൽ നിന്ന് സനദ് വാങ്ങി, ഷഹാദ വാങ്ങി, ഷെയ്ഖുനായുടെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിച്ചിട്ടുള്ള ധാർമ്മികളായ പണ്ഡിത സുഹൃത്തുക്കൾ, അവരുടെ ഒരു ഗ്രൂപ്പ്, അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, വളരെ നല്ല ഒരു തീരുമാനമാണ്. ഷെയ്ഖുനായുടെ ആണ്ടിനോടനുബന്ധിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന വഫാത്തായത് ഈ റബീഉൽ ആഖിർ മാസത്തിലാണല്ലോ. ഈ റബീഉൽ ആഖിർ മാസത്തിലെ ഷെയ്ഖുനായുടെ ആണ്ടിനോടനുബന്ധിച്ചുകൊണ്ട് ഷെയ്ഖുനായുടെ പേരിൽ പല പുണ്യകർമ്മങ്ങളും ചെയ്യുക എന്നത് അൽഹംദുലില്ലാഹ് ഗുരുനാഥന്മാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വന്നിരായ ഷെയ്ഖുനായെ സംബന്ധിച്ച്, അവിടുത്തെ എളിയ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായത് വളരെയധികം അഭിനന്ദനാർഹവും സ്തുത്യർഹവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു അവരുടെ സദുദ്ദേശം പൂർത്തീകരിക്കുകയും അവർക്ക് ഇഹപര വിജയം അള്ളാഹു നൽകുകയും അവരുടെ ഇൽമിൽ, അവരുടെ ഖിദ്മത്തുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഏതൊരു മഹാന്റെയും അവസാന കാലഘട്ടം അതൊരു പൊതു തത്വമാണ്. ഏതൊരു മഹാന്റെയും അവസാന കാലഘട്ടത്തിൽ ആ മഹാൻ ആരൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, അതിന് വലിയ പ്രസക്തിയുണ്ട്. ആ മഹാൻ്റെ മഹത്വത്തിനനുസരിച്ച് കൊണ്ട് ആ മഹത്വങ്ങളിലെ ഏറ്റവും വലിയ മഹത്വവും പുണ്യവും സിദ്ധിക്കാനും കരസ്ഥമാക്കാനും നിമിത്തമാകുന്ന ഒരു സംഗതിയാണ് അവസാന കാലത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ മഹാന്മാർ പലരും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുനായുടെ ആ 94-95 കാലങ്ങളിലുള്ള ശിഷ്യന്മാർക്ക് ഒരു പ്രത്യേകമായ ഒരു മഹത്വം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അങ്ങനെയുള്ള ഷെയ്ഖുനായുടെ ശിഷ്യന്മാർ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, മഹത്വങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം സൂര്യനെ സംബന്ധിച്ച് രാവിലെ ഉദിക്കുകയും വൈകുന്നേരം അസ്തമിക്കുകയും ചെയ്യുന്ന, നമുക്ക് പ്രകാശവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യഗോളത്തെ സംബന്ധിച്ച്, അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് എന്ത് പറയാനാണ്, ആവശ്യമില്ലല്ലോ എന്നതുപോലെയാണ്. എന്നിരുന്നാലും 2-3 കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ
ഉലമാക്കളുടെ പണ്ഡിത സഭ ഉമറാക്കളുടെ ശക്തമായ പിന്തുണയും സാധാരണക്കാരുടെ ആത്മാർത്ഥമായ സഹകരണവും സാദാത്യങ്ങളുടെയും അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും ബർക്കത്തുകളും എല്ലാം ഒരുമിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നേതൃത്വം വഹിക്കുന്ന 100-ാം വാർഷികത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനം 1920-കളിൽ അത് സ്ഥാപിതമായപ്പോൾ അതിന് മുൻപന്തിയിൽ നിന്ന അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ. അവരുടെ ഉപ്പാപ്പ യമനിൽ നിന്ന് വന്നതാണ്. ഖുദ്ദസല്ലാഹു തആല അസ്റാറഹും അജ്മഈൻ. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ ഉന്നതിയിലേക്ക്, ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് സമസ്ത ലോക ജമിയത്തുൽ ഉലമ എന്ന് പേര് പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർത്തിയത് അതിൻ്റെ മുൻനിരയിൽ, അതിൻ്റെ മുൻപന്തിയിൽ നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ മുജദ്ദിദു ഹാദൽ ഖർൻ. ഈ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് എന്നുവരെ മഹാന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു. മഹാനവറുകളുടെ ഉപ്പാപ്പയും ആ മഹത്തുക്കളായ സാദാത്തുക്കളുടെ കൂടെ യമനിൽ നിന്ന് വന്നതാണ്. ആ ചരിത്രങ്ങളൊന്നും നീട്ടി പറയുന്നില്ല. അങ്ങനെ സമസ്തയെ ഉന്നതിയിലേക്ക് എത്തിച്ചു. അതേ പ്രകാരം തന്നെ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും വലിയ ഉപരിപഠന മതകലാലയമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ്. ജാമിഅ നൂരിയ അറബി കോളേജിനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടുമല ഉസ്താദ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെയുള്ള മഹത്തുക്കളായ ഉസ്താദന്മാരുടെ പൂർണ്ണമായ കൊണ്ടുള്ള അവരോടുകൂടെ സഹപ്രവർത്തകന്മാരായി ജാമിഅയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ആ സ്ഥാപനത്തെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഉപരിപഠന മതസ്ഥാപനമായി ഉയർത്തി. അതും ഷെയ്ഖുന തന്നെയായി. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഷാഫിഇയ്യ ഫസിർത്തുൽ ഹംബലിയ്യ എന്ന് പറഞ്ഞല്ലോ. ഷാഫിഈ മദ്ഹബുകാരനായിരുന്ന ഗൗസുൽ ആലം തങ്ങൾ അവസാനം ഹംബലി മദ്ഹബുകാരനായി. അതിന് കാരണം പറയുന്നത് ഹംബലി മദ്ഹബിനെ ഒന്ന് ഉയർത്തണം, അത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഒരു മദ്ഹബാണ് എന്ന് പറയുന്നത് പോലെ നന്ദി ദാറുസ്സലാം അറബി കോളേജും ഉയർന്നു വരേണ്ട സ്ഥാപനമായിരുന്നു. അത് കോഴിക്കോട് ജില്ലയിൽ, മറ്റത് മലപ്പുറം ജില്ലയിൽ. ഷെയ്ഖുനയുടെ അവസാന കാലഘട്ടം ചെലവഴിച്ചത് നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ. അതും ഒരു വലിയ ഉന്നത സ്ഥാപനമായി ഉയർന്നു വന്നു. അൽഹംദുലില്ലാഹ്. അനവധി ദാരിമികൾ, ഒരു ദാരിമി ഒരു മഹല്ലത്തിന് നേതൃത്വം വഹിച്ചാൽ ആ മഹല്ലുകാർക്കൊരു സമാധാനമാണ്. കാരണം ഒരു ദാരിമി ഒരു മഹല്ലത്തിൽ സേവനം അനുഷ്ഠിച്ചാൽ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ പോകും എന്നുള്ള ഒരു ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസവും കബൂലിയത്തും ഉണ്ടായത് അത് ഷെയ്ഖുനായുടെ നേതൃത്വമാണ്. ഷെയ്ഖുനായുടെ വഫാത്തിൻ്റെ ശേഷവും ആ ബർക്കത്ത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനത്തിനെയും ഉയർത്തിയത് ഷെയ്ഖുനയാണ്. ഇങ്ങനെ അതിൻ്റെ എല്ലാം പുറമെ അൽ ഉലമാ വറസത്തുൽ അംബിയ, ഉഖ്റവിയായ ആലിമീങ്ങൾ, അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, അവർ മാതൃകയാക്കിയ കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ നടപ്പാക്കാനുള്ളവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യം, ലോകത്തിൻ്റെ സാഹചര്യം ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി പണ്ഡിത ലോകം എങ്ങനെ ഇവിടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതിൻ്റെ കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനം എങ്ങനെയായിരിക്കണം,
അതിൻ്റെ രീതി എന്തായിരിക്കണം, അതിൻ്റെ രീതിയും ശൈലിയും അതേ പ്രകാരം തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ അതിൻ്റെ എതിരാളികൾ, ബിദഈ കക്ഷികൾ, വലാലത്തിൻ്റെ കക്ഷികൾ, അവരെ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ അതിൻ്റെ രീതിയും ശൈലിയും മാർഗവും അതിൻ്റെ രേഖകളും തെളിവുകളും വേണ്ടതൊക്കെ പണ്ഡിത ലോകത്തിന് വരച്ച് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് ഒരു വലിയ ഉമ്മത്തിനെ തന്നെ ഉലമാഇൻ്റെ ഒരു വലിയ നിര തന്നെ വാർത്തെടുത്ത് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ആയിക്കൊണ്ട് ഷെയ്ഖുന അവരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടാണ് യാത്ര പറഞ്ഞത്. അങ്ങനെ പണ്ഡിതന്മാർക്ക് വഴികാട്ടിയായി, പണ്ഡിതന്മാർക്ക് പ്രകാശം നൽകുന്ന, വെളിച്ചം നൽകുന്ന, വഴികാട്ടി കൊടുക്കുന്ന നേതാവായി, അങ്ങനെ ആരും പറയാതെ തന്നെ ജനങ്ങളുടെ നാവ് കൊണ്ട് ശംസുൽ ഉലമാ, പണ്ഡിതന്മാരുടെ സൂര്യൻ എന്ന് പറയാൻ തുടങ്ങി. ആരും തക്ബീർ ചൊല്ലി പാസ്സാക്കിയതല്ല, അള്ളാഹു ജനങ്ങളുടെ പണ്ഡിതന്മാരുടെ മഹാന്മാരുടെ നാവ് കൊണ്ട് പറയിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനം അത് ശംസുൽ ഉലമാ എന്ന് പറയുന്ന അർത്ഥത്തിലും വാക്കിലും ഒക്കെ ഒന്ന് തന്നെയാകുന്ന വിധത്തിൽ അങ്ങനെയുള്ള ഒരു ഉന്നതമായ പദവിയിലേക്കും ഷെയ്ഖുന എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്, ഷെയ്ഖുന ജാമിഅയിലുണ്ടായിരുന്ന കാലം അനുസ്മരിക്കുകയാണ്. ഷെയ്ഖുന ശംസുൽ ഉലമയും അന്ന് ഇ കെ ഉസ്താദ് എന്നാ പറയാ. ഇ കെ ഉസ്താദ്, കോട്ടുമൽ ഉസ്താദ്, കണ്ണേത്ത് ഉസ്താദ്, ഈ മൂന്നാളുകളും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ജാമിഅയിൽ. എന്തായിരുന്നു ആ കാലഘട്ടം? അനുസ്മരിക്കുകയാണ്. അതും ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. ബഹുമാനമുള്ള ദാരിമികളെ, സുഹൃത്തുക്കളെ, ഈ മാസം വളരെ പ്രധാനപ്പെട്ട വലിയ മഹത്തുക്കൾ ഷെയ്ഖുന ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ അഖ്താബ് അൽ ഗൗസുൽ ആലം അഷ്ശൈഖ് അസ്സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ള മാസമാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം പിന്നിട്ടു നാം റബീഉൽ ആഖിറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസത്തിൽ ഗൗസുൽ ആലം തങ്ങളുടെ വഫാത്ത്. അതേ പ്രകാരം തന്നെ ഈ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണീത്ത് ഉസ്താദ് ഖുദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അതേ പ്രകാരം തന്നെ ഷെയ്ഖുന ശംസുൽ ഉലമാ ഖുദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ നമ്മോട് യാത്ര പറഞ്ഞത് ഈ മാസത്തിലാണ്. അതേ പ്രകാരം തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബാപ്പു ഉസ്താദ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ നമ്മളോട് നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ നമ്മളോട് യാത്ര പറഞ്ഞത് ഈ മാസത്തിലായിരുന്നു. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ നമ്മോട് യാത്ര പറഞ്ഞതും ഈ മാസത്തിലായിരുന്നു. അങ്ങനെ വലിയ വലിയ മഹത്തുക്കളൊക്കെ യാത്ര പറഞ്ഞ മാസമാണ്. ഈ മാസത്തിൽ നമ്മുടെ ദാരിമികൾ ഈ സംരംഭം, ഈ ഉദ്ദേശം അവർക്കൊക്കെ വേണ്ടി, ഷെയ്ഖുനയോടുകൂടെ അവർക്കെല്ലാവർക്കും വേണ്ടി, അതുപോലെ നമ്മളുടെ മൺമറഞ്ഞു പോയ, അങ്ങനെയാണല്ലോ നാളെപ്പോൾ പ്രാർത്ഥനാ ദിനമാണ്, സമസ്തയുടെ മൺമറഞ്ഞു പോയ മഹത്തുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനമാണ് ഈ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് ഷെയ്ഖുന തന്നെ വഫാത്താവുന്നതിൻ്റെ തൊട്ട് മുമ്പ് തീരുമാനമെടുത്തതാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുന തന്നെ തീരുമാനിച്ചതാണ് എല്ലാ വർഷവും റബീഉൽ ആഖിർ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഒരു പ്രാർത്ഥനാ ദിനമായി നമ്മളുടെ സ്ഥാപനങ്ങളിലും മദ്രസകളിലും ഒക്കെ നടത്തണം. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വേണ്ടപ്പെട്ടവരും ഒരുമിച്ച് കൂടി. അങ്ങനെയുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. അപ്പം നമ്മളെ ദാരിമികൾ അവർ ഖുർആനോദി, പ്രത്യേകിച്ച് 94-95കളിൽ ഷെയ്ഖുന പ്രകാശം നൽകിയിട്ടുള്ള നമ്മളുടെ ദാരിമികൾ പ്രത്യേകിച്ച് അവരുടെ കൂട്ടായ്മ സംഘടിച്ച് അവർ പ്രത്യേകം ഖുർആൻ ഖത്മുകൾ തീർത്ത് ഷെയ്ഖുനായുടെ പേരിൽ പ്രത്യേക ദുആ നടത്താനും, അങ്ങനെ കൊല്ലത്തിലോ മാസത്തിലോ
എല്ലാ മാസത്തിലും അതൊരു തുടക്കമാണ്. ഇനി അവർ എല്ലാ മാസത്തിലും ഇതേമാതിരി ധാർമ്മികൾ ഖത്തം മോദി ശൈഖുനാൻ്റെ പേരിൽ ഹദിയ ചെയ്ത് ദുആ ചെയ്യാനുള്ള തീരുമാനങ്ങളുണ്ട്. അൽഹംദുലില്ലാ, ഇതൊരു മാതൃകയാണ്. ഈ മാതൃക, ധാർമ്മികളുടെ ഈ മാതൃക അതാണല്ലോ ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലൊന്ന് ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ ശൈഖുനാക്ക് വേണ്ടി ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ശൈഖുന നമ്മൾക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ, ശൈഖുനാൻ്റെ ജീവിതമാകുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ അസീസ് തങ്ങളുടെ ജീവിതമാകുന്ന അതിവിശാലമായ പഠന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന അത്രയും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് ഇത്തിബായ് ചെയ്യാനുള്ള, പിൻപറ്റി പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ധാർമ്മികളോട് മാത്രം പറയാനുള്ളതല്ല, അത് ശൈഖുനായുടെ മുഴുവൻ ശിഷ്യന്മാരോടും പറയാനുള്ളതാണ്. മുഴുവൻ ധാർമ്മികളോടും പറയാനുള്ളതാണ്. മുഴുവൻ ശിഷ്യന്മാരോടും പറയാനുള്ളതാണ്. ശൈഖുനായെ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയാനുള്ളതാണ്. പണ്ഡിതന്മാരും അല്ലാത്തവരും, പ്രത്യേകിച്ച് നമ്മളുടെ സംഘടനാ പ്രവർത്തകർ, ഇവരൊക്കെ ശൈഖുനാനെ സ്നേഹിക്കുക, മഹാന്മാരെ സ്നേഹിക്കുക എന്നത് നമ്മൾക്ക് വലിയ അമലാണ്. അവരുടെ ഗുരുത്വവും പൊരുത്തവും, അവരുടെ മദതും, അവരുടെ കൊണ്ടുള്ള അവർ തവസ്സുൽ ചെയ്യലും, അവരിൽ നിന്ന് തബറുക്ക് ഒക്കെ എടുക്കുക, ഇതൊക്കെ നമ്മളുടെ ഉസൂൽപ്പെട്ട കാര്യങ്ങളാണ് സുന്നത്ത് ജമാഅത്തിൽ. അപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട ശൈഖുനാനോട് മഹബത്ത് വെക്കുന്ന ആളുകൾക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ, എത്രയോ ആളുകൾക്ക് അവർക്കുള്ള സംശയം വലിയ ഗഹനമായ വിഷയങ്ങളിലോ പ്രശ്നങ്ങളിലോ എന്ത് വേണമെന്ന് അല്ലെങ്കിൽ എന്താണ് അവിടെ എന്ന് മനസ്സിലാകാത്ത ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാത്തയൊക്കെ സന്ദർഭങ്ങളിൽ മഹബത്തുള്ള ആളുകൾ ശൈഖുനാൻ്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്യുക, അല്ലെങ്കിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഫത്ഹ്, അവർക്കൊരു നസ്ർ, അവർക്കൊരു തുറവ്, ആ വിഷയത്തിലൊരു പരിഹാരം അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ എത്രയോ ആളുകൾക്ക്. അപ്പോൾ ശൈഖുനായോട് മഹബത്ത് വെക്കുക, ശൈഖുനാനോട് പുണ്യകർമ്മങ്ങൾ ശൈഖുനാക്ക് വേണ്ടി ചെയ്യുക, ശൈഖുനാൻ്റെ ജീവിത ചരിത്രം മനസ്സിലാക്കി പിന്തുടർന്ന് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മളുടെ ധാർമ്മികൾ, പ്രത്യേകിച്ച് 94-95 അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ശൈഖുനായുടെ അവസാന കാലഘട്ടം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ധാർമ്മികളുടെ മനസ്സ് വളരെ സുത്യർഹമാണ്, അഭിനന്ദനാർഹമാണ്. അള്ളാഹു അവർക്ക് തൗഫീഖും അവർക്ക് അർഹമായ പ്രതിഫലവും ബർക്കത്തും അള്ളാഹു നൽകുമാറാവട്ടെ. അവരോട് അതേമാതിരി ചെയ്യുന്ന എല്ലാവർക്കും, നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല ശൈഖുനായുടെ പൊരുത്തവും മദതും തൗഫീഖും ശൈഖുനായിൽ നിന്നുള്ള ആ മദതും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഇൽമിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മളെ ദീനിയായ ഖിദ്മത്തുകളിലും എല്ലാ സേവനങ്ങളിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ശൈഖുനായുടെയും മഹാന്മാരായ കണ്ണീത്ത് ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, അതേ പ്രകാരം തന്നെ ബാബു ഉസ്താദ്, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ശൈഖുന ഗൗസുൽ ആദം ഇങ്ങനെയുള്ള നമ്മളുടെ മശായിഖന്മാർ, ഉസ്താദന്മാർ എല്ലാവരുടെയും ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങളായ ഫായിസീങ്ങളായ വിജയികളായ അടിയങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും രോഗികളായി പലരും ആശുപത്രിയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കാലാവസ്ഥാത് ആശുപത്രിയിലാണ്, അതുപോലെയുള്ള പലരും ആശുപത്രിയിലാണ്. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി മാറാവട്ടെ. നമ്മൾക്കെല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളെ തൊട്ടും എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു ആ മഹത്തുക്കളോടുകൂടെ നമ്മളെയും നമ്മളെ കുടുംബത്തിനെയും ബന്ധപ്പെട്ടവരെയും ഉസ്താദന്മാരെയും ശിഷ്യന്മാരെയും അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൻ നഈമിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.